ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആൻഡ് ഇന്ന് നമ്മളോട് സംസാരിക്കാൻ പോകുന്നത് റാഗ് ടെക്നോളജിയെ കുറിച്ചാണ്. ആൻഡ് എന്താണ് റാഗ് ടെക്നോളജി? വിച്ച് മീൻസ് റാഗ് എന്ന് പറഞ്ഞാൽ റിട്രീവൽ ഓഗ്മെന്റഡ് ജനറേഷൻ ആണ്, അല്ലെങ്കിൽ റിട്രീവൽ ഓഗ്മെന്റഡ് ജനറേറ്റീവ് എന്ന് പറയാം. ഇപ്പോൾ കൂടുതൽ പേര് ഇപ്പോൾ AI കുറിച്ച് സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ ഈ റാഗിനെ കുറിച്ച് പഠിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഇൻ കേസ് ഓഫ് നിങ്ങൾ ജോബ് ഹണ്ട് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ അപ്പ് സ്കിൽ ചെയ്യുകയാണെങ്കിലൊക്കെ നിങ്ങൾ ഇതിനെക്കുറിച്ച് പഠിക്കുന്നത് ഏറ്റവും നല്ല ബെനിഫിഷ്യൽ ആയിരിക്കും. പഠിക്കുമ്പോൾ എന്തെങ്കിലും വലിയ സാധനമാണ് വിചാരിക്കുമെങ്കിലും ഇത് സിമ്പിളാണ് ഒരു സാധനം. റിട്രീവൽ ഓഗ്മെന്റഡ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കോണ്ടന്റിനെ അല്ലെങ്കിൽ ഒരു LLM ഒരു നമ്മൾ ചോദിക്കുന്ന കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ പ്രോംപ്റ്റിന്റെ ആൻസർ വേറൊരു സോഴ്സിൽ നിന്ന് ഫെച്ച് ചെയ്യുന്നതാണ് ഈ റിട്രീവൽ ഓഗ്മെന്റഡ് ജനറേഷൻ എന്ന് പറയാം. അതായത് ഇപ്പൊ നമ്മളുടെ കുറെ എല്ലാം ആപ്ലിക്കേഷൻസ് ആയ ക്ലോഡ്, ChatGPT, ക്വന്ന് ഇങ്ങനത്തെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഒക്കെ ആദ്യം ഇനീഷ്യലി സ്റ്റേജിൽ ഇത് ഉണ്ടാക്കുമ്പോൾ ഒരു ഡാറ്റ ബേസ് അല്ലെങ്കിൽ ഡാറ്റ സെറ്റ് വെച്ചിട്ടായിരുന്നു ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് അതിന് ട്രെയിൻ ചെയ്യുമ്പോൾ അതിൽ ലിമിറ്റഡ് ആയിരിക്കും, റിസോഴ്സസ് ലിമിറ്റഡ് ആയിരിക്കും, ഡാറ്റാസ് ലിമിറ്റഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ആ ഡാറ്റാബേസിൽ ഇല്ലാത്തൊരു കാര്യം ചോദിക്കുമ്പോൾ ഒന്നെങ്കിൽ ഐ ഡോണ്ട് നോ എന്ന് പറയും, അല്ലെങ്കിൽ ഇത് ഹലൂസിനേറ്റ് ചെയ്യും. ഹലൂസിനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ ഗസ് ചെയ്യാണ് ചെയ്യുക. അതായത് നമ്മൾ പറഞ്ഞ ഒരു കാര്യത്തിന്റെ കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ കീവേഡ് യൂസ് ചെയ്തിട്ട് ആ ഡാറ്റ സൈറ്റിലുള്ള ഒരുവിധം സ്ഥലത്ത് പോയി സെർച്ച് ചെയ്തിട്ട് അവിടുന്ന് ഇവിടുന്ന് സാധനം കൊണ്ടുതരും, പെറുക്കി കൊണ്ടുതരും. അപ്പോൾ അതെന്തായിരിക്കും? ആൻസർ റോങ് ആയിരിക്കും. അപ്പം നമ്മൾ ചിലപ്പം ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിച്ച് പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അത് വിശ്വസിച്ച് ഞാൻ ആയിരിക്കും മുമ്പോട്ട് പോവുക. അപ്പോൾ അതിന് പകരമായിട്ട് കൊണ്ടുവന്ന ഒരു ഫീച്ചറാണ് റിട്രീവൽ ഓഗ്മെന്റഡ് ജനറേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റാഗ് ടെക്നോളജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ വെച്ച് ഞാൻ എന്തായാലും ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ഇതിൻ്റെ വർക്ക് ഫ്ലോ എന്നുള്ളത്. ഓക്കെ, ബ്ലൂ പ്രിന്റ് എടുക്കാം. വെയിറ്റ്. ഓക്കെ, സി, ഇപ്പോൾ നമ്മളൊരു യൂസർ പ്രോംപ്റ്റ് കൊടുക്കുന്നു, വാട്ട് ഈസ് അവർ കറന്റ് Q4 സ്ട്രാറ്റജി എന്ന് വെച്ചിട്ട്. പക്ഷെ അവിടെ കോണ്ടെക്സ്റ്റ് ഇല്ല. ഈ AI ബ്രെയിനിൽ അല്ലെങ്കിൽ മെമ്മറി അല്ലെങ്കിൽ ഡാറ്റാ സെറ്റിൽ ഇതിൽ കോണ്ടെക്സ്റ്റ് ഇല്ല. അതായത് നമ്മൾ കൊടുത്ത സാധനത്തിന്റെ ഒരു ആൻസർ തരാനുള്ളൊരു ഡാറ്റ ഇതിലില്ല. അപ്പോൾ എന്ത് ചെയ്യും? കോൺട്രൻലി സൗണ്ടിങ് റോങ് ആൻസർ അല്ലെങ്കിൽ ഹലൂസിനേഷൻ, ഇതാണ് നമുക്ക് കൊണ്ടുതരിക. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇത് എന്താണ് പൊട്ടത്തിലാണ് പറയുന്നത് എന്നുള്ള കാര്യം. ഓക്കെ, ആൻഡ് അതിന് പകരമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തതാണ് റിട്രീവൽ ഓഗ്മെന്റഡ് ജനറേഷൻ എന്ന് പറയുന്നത്. റിട്രീവൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പറഞ്ഞ സാധനത്തിനെ സെർച്ച് ചെയ്യാം, ലുക്ക് ഇറ്റ്. ഓഗ്മെന്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കൊടുത്ത പ്രോംപ്റ്റും ആ പ്രോംപ്റ്റിന്റെ കോണ്ടെക്സ്റ്റും കൂടി ഈ പ്രോംപ്റ്റിലേക്ക് ആഡ് ചെയ്യും. ഏത് പ്രോംപ്റ്റിലേക്ക്? നമ്മുടെ LLM പ്രോംപ്റ്റിലേക്ക് ഇത് ആഡ് ആവും. ഓക്കെ, ഓഗ്മെന്റഡ് ആഡ് ചെയ്യും. ആൻഡ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടി കൂട്ടിയിട്ടാണ് അതിന്റെ ആൻസർ കിട്ടുക. അതായത് നമ്മൾ കൊടുത്ത ക്വസ്റ്റ്യനും പിന്നെ അതുപോലെ തന്നെ ആ ക്വസ്റ്റ്യന്റെ ആൻസർ അല്ലെങ്കിൽ കോണ്ടെക്സ്റ്റ് ഈ ഡോക്യുമെന്റിൽ നിന്നോ അല്ലെങ്കിൽ വേറെ വെബ്സൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ വേറെ ബ്ലോഗിൽ നിന്നോ അങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് ഈ ഡാറ്റാസ് ഫെച്ച് ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ അത് രണ്ടും കൂടി കൂട്ടിയിട്ട് ഈ LLM കൊടുക്കും, ഏതൊരു ChatGPT അല്ലെങ്കിൽ ക്ലോഡിന് കൊടുത്തിട്ട് അത് എന്തായിരിക്കും, അത് രണ്ടും കൂടി നോക്കിയിട്ടാണ് ഇവരെന്ത് ചെയ്യുക, നമുക്ക് ആൻസർ തരിക. ഇങ്ങനെ ആൻസർ തരുമ്പോൾ അതിന്റെ ആക്യുറസി ഏകദേശം 99% അല്ലെങ്കിൽ 100% ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താക്കാം? വിശ്വസിച്ചിട്ട് നമുക്ക് ഇതിനോട് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഒരിക്കലും നമ്മുടെ റിസോഴ്സ് അവിടെ ലിമിറ്റഡ് ആവുന്നില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഈ ഒരു ഇംപ്ലിമെന്റേഷൻ ഇവിടെ കുറച്ചുകൂടി നല്ല രീതിക്ക് മുമ്പോട്ട് പോകുന്നത്. ഓക്കെ, ഇതിനൊരു എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഓപ്പൺ ബുക്ക് എക്സാം എന്ന് പറയും. ഓപ്പൺ ബുക്ക് എക്സാം എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് ഒരു ബുക്ക് തുറക്കുന്നു, ആ ബുക്കിൽ എന്താണോ ക്വസ്റ്റ്യൻ കാണുന്നത് അതിന് ആൻസർ ചെയ്യുന്നതിനാണ് നമുക്ക് ഓപ്പൺ ബുക്ക് എക്സാം എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നത് 3 സ്റ്റെപ്പ് ആർക്കിടെക്ചർ ഓഫ് റാഗ്. ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ റീഫണ്ട് പോളിസി, ഇപ്പോൾ നമ്മൾ കമ്പനിയിൽ ഒരു വെബ്സൈറ്റ് ഉണ്ട് വിചാരിക്കുക, ആ വെബ്സൈറ്റിൽ ചാറ്റ് ബോർഡ് ഉണ്ട് വിചാരിക്കുക. ആൻഡ് ഇപ്പോൾ നമ്മൾ അവിടെ കൊണ്ടുപോയി ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, എന്താണ് എൻ്റെ റീഫണ്ട് പോളിസി, വാട്ട്സ് അവർ റീഫണ്ട് പോളിസി, വാട്ട്സ് കമ്പനീസ് റീഫണ്ട് പോളിസി. ഇപ്പോൾ പണ്ടത്തെ LLM ChatGPT പോലത്തെ സംഭവങ്ങളോ അല്ലെങ്കിൽ എന്തൊക്കെയോ ആയിരുന്നെങ്കിൽ, ഐ മീൻ അങ്ങനത്തെ ഒരു LLMO അല്ലെങ്കിൽ നമ്മൾ ഓൾഡ് AI ചാറ്റ് ബോർഡ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ കൊടുത്ത ഡോക്യുമെന്റ്സ് എന്താണോ അത് വെച്ചിട്ടാണ് ഇംപ്ലിമെന്റ് ചെയ്യാറ്. ഓക്കെ, ഇവിടെ നമുക്ക് ആ ഒരു പ്രോഗ്രാമിംഗ് തന്നെ കുറച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? API കോൾ ചെയ്തിട്ട് LLM കണക്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ ചാറ്റ് ബോട്ടും ക്ലോഡിനെ നമ്മുടെ ഡോക്യുമെന്റ്സിനെ ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് റിട്രീവ് ചെയ്യാം, വിച്ച് മീൻസ് നമ്മൾ സെർച്ച് ചെയ്യുക, ലുക്കപ്പ് ചെയ്യാം. ലുക്കപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ കൊടുത്ത പ്രോംപ്റ്റും കോണ്ടെക്സ്റ്റും കൂടി മിക്സ് ആയിട്ട് പ്രോംപ്റ്റിലേക്ക് ആഡ് ആവും. പ്രോംപ്റ്റിലേക്ക് ആഡ് ആവും എന്ന് പറഞ്ഞാൽ എന്താണ്? ChatGPTൻ്റെയും അല്ലെ ക്ലോഡിൻ്റെയും നമ്മൾ ക്വസ്റ്റ്യൻ കൊടുക്കുന്ന പ്രോംപ്റ്റ് കൊടുക്കുന്ന സെക്ഷൻ ഉണ്ടല്ലോ, അവിടേക്ക് ആഡ് ആവും. അത് ആഡ് ആയിട്ട് നമുക്ക് ജനറേറ്റ് ചെയ്ത് തരും. അപ്പോൾ വാട്ട്സ് റീഫണ്ട് പോളിസി ചോദിക്കുന്ന ക്വസ്റ്റ്യന് ചാറ്റ് ബോർഡ് നമുക്ക് എന്താക്കും? ആൻസർ ചെയ്ത് തരും. ഓക്കെ,
റിട്രീവൽ റെലവൻറ്റ് കോണ്ടെക്സ്റ്റ് വാട്സ് അവർ റീഫണ്ട് പോളിസി എന്ന് ചോദിക്കും. എക്സാക്ട് പോളിസി പാരഗ്രാഫ് സക്സസ്ഫുള്ളി റിട്രീവ് എന്ന് പറഞ്ഞിട്ട് ഇതാണ്ടോ, ഇതാണ് ഡാറ്റാബേസ്. ഞാൻ പറയുന്ന ഡാറ്റാബേസ് എങ്ങനെ ഉണ്ടാവുക, ഇതൊക്കെ ഓരോ ചങ്ക്സ് ആണ്. ഓക്കെ, ഈ കാണുന്ന സാധനങ്ങൾ ഓരോ ചങ്ക്സ് ആണ്. ചങ്ക്സ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റിനുള്ള ഡാറ്റാസിനെ കൺവേർട്ട് ചെയ്യുകയാണ്. ചങ്ക്സിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ആ ഡാറ്റയെ ഒന്നുകൂടി ചുരുക്കുകയാണ്, സമ്മറൈസ് ചെയ്യുകയാണ് ചെയ്യാം. ഓക്കെ, അങ്ങനെ സമ്മറൈസ് ചെയ്തിട്ടാണ് ഓരോ ചങ്ക്സ് ആയിട്ടാണ് നമ്മുടെ മെഷീന് ഇത് റീഡ് ചെയ്യുക. ഒരിക്കലും നമ്മുടെ കമ്പ്യൂട്ടർ എന്താണ് റീഡ് ചെയ്യുന്ന ടെക്സ്റ്റ് ആയിട്ടായിരിക്കില്ല കമ്പ്യൂട്ടർ ലാംഗ്വേജസിന് മനസ്സിലാക്കുന്നത്. ഇറ്റ്സ് ഓൾവേസ് ബൈനറി 1001 വെച്ചിട്ടാണ് കമ്പ്യൂട്ടർ റീഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന് പകരമായിട്ട് അപ്പോൾ മെഷീൻസിന് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ആക്കണം, ഈ ടെക്സ്റ്റിനെ ബൈനറിയിൽ കൺവേർട്ട് ചെയ്യണം. ബൈനറി കൺവേർട്ട് ചെയ്തിട്ട് പിന്നെ വെക്റ്റർ എന്ന ഡാറ്റാബേസ് ഉണ്ടാവും. വെക്റ്റർ ഡാറ്റാബേസിലാണ് ഈ ന്യൂമറിക്കൽ വാല്യൂ, അതായത് നമ്മൾ കൊടുത്ത കോണ്ടെക്സ്റ്റും നമ്മൾ കൊടുത്ത പ്രോംപ്റ്റ്, അതുപോലെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്ത ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ ഡാറ്റാസ് ഒക്കെ ന്യൂമറിക്കൽ വാല്യൂയിലേക്ക് കൺവേർട്ട് ആവും. ഓക്കെ, അതിന് എംബഡിങ് എന്നാണ് പറയുക. ഈ എംബഡിങ് സ്റ്റോർ ചെയ്യുന്ന എവിടെയാണ്, വെക്റ്റർ ഡാറ്റാബേസിലാണ് സ്റ്റോർ ചെയ്യുക. ഈ വെക്റ്റർ ഡാറ്റാബേസ് ആയിരിക്കും നമ്മൾ കൊടുത്ത റിട്രീവലിൻ്റെ അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത പ്രോംപ്റ്റ് റിട്രീവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതും ആൻഡ് ഈ കോണ്ടെക്സ്റ്റ്, അതായത് ഓഗ്മെന്റ് നമ്മൾ പറയുന്നതായിരുന്നു, പ്രോംപ്റ്റിലേക്ക് നമ്മൾ കൊടുത്ത ക്വസ്റ്റ്യനും അതുപോലെ തന്നെ ആ ആൻസറിന്റെ കോണ്ടെക്സ്റ്റ് കൂടി ആഡ് ചെയ്യുന്ന ആ ഒരു പോർഷനാണ് ഓഗ്മെന്റ് പറയുന്നത്. ഓക്കെ, അത് എപ്പോഴും ന്യൂമറിക്കൽ വാല്യൂ ആയിരിക്കും. ഈ ചങ്ക്സ് ആയിട്ടാണ് എന്ത് ചെയ്യുക, ഡാറ്റാസ് സ്റ്റോർ ചെയ്യുക. ഓക്കെ, and okay, augment the prompt. The AI doesn't just receive the original question, it receives a newly packaged prompt containing both the user's question and freshly retrieved facts. ഞാൻ മുമ്പ് പറഞ്ഞ തന്നെ നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. വാട്ട്സ് അവർ റീഫണ്ട് പോളിസി, അതാണ് ഇവിടെ കാണിക്കുന്നത്. പിന്നെ റിട്രീവ്ഡ് ഡോക്യുമെന്റ്, എക്സാക്ട് ടെക്സ്റ്റ് ഓഫ് ദ കമ്പനി റീഫണ്ട് പോളിസി, അതായത് നമ്മുടെ ഒരു ഡോക്യുമെന്റിൽ ഒരു പേജിൽ നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ടാവും, റീഫണ്ട് പോളിസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവും. ആ എക്സ്പ്ലനേഷൻ എന്താണോ അവിടെ ഉള്ളത് അതുപോലെ തന്നെ ആയിരിക്കും ഡോക്യുമെന്റ് റിട്രീവ് ചെയ്യാം. അതും ആൻഡ് നമ്മൾ കൊടുത്ത റീഫണ്ട് പോളിസിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഓഗ്മെന്റഡ് പ്രോംപ്റ്റ്. ഓക്കെ, നമുക്ക് പറഞ്ഞമായി തന്നെ ജനറേറ്റ് എ ഗ്രൗണ്ടഡ് ആൻസർ. ഇതെന്താണ്, ഇൻസ്റ്റെഡ് ഓഫ് ഗെസ്സിങ് എ ട്രെയിനിങ് മെമ്മറി, അതായത് ട്രെയിൻ ചെയ്ത മെമ്മറി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഡാറ്റാ സെറ്റ്, ഡാറ്റാബേസിൽ എന്താണോ കൊടുത്തത്, ലെറ്റ്സ് സേ നമുക്കൊരു 3 ബില്യൺ പാരാമീറ്റേഴ്സ് വരുന്ന ഒരു AI ഡാറ്റാബേസ് ഉള്ളൂ എന്ന് കരുതുക. അപ്പോൾ 3 ബില്യൺ പാരാമീറ്റേഴ്സ് വളരെ ചെറുതായിരിക്കും. ആൻഡ് ആ ഒരു പാരാമീറ്റേഴ്സിൽ ഡാറ്റാസ് വരുന്നത് ലിമിറ്റഡ് ആണ്, റിസോഴ്സ് ലിമിറ്റഡ് ആണ്. അപ്പോൾ നമ്മൾ ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആൾ എന്ത് തരും, ഗസ് ചെയ്ത് നമുക്ക് ഹാലൂസിനേറ്റ് ചെയ്ത് ആൻസർ ആയിരിക്കും തരാം. അപ്പോൾ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യാം, ഈ ജനറേറ്റഡ് ആൻസർ ആണ് കൊടുക്കുക അല്ലേ. അപ്പോൾ ഈ പ്രോംപ്റ്റ്, അതായത് ഓഗ്മെന്റ്, നമ്മൾ മുമ്പ് പറഞ്ഞ ഈ ഓഗ്മെന്റുള്ള പ്രോംപ്റ്റ് ആണ് നേരെ GPT അല്ലെങ്കിൽ ക്ലൗഡിലേക്ക് പോകുന്നുണ്ടാവുക. അപ്പോൾ ഈ ഓഗ്മെന്റഡ് പ്രോംപ്റ്റ് GPT റീഡ് ചെയ്യും, കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കും, അതിൻ്റെ വെച്ചുള്ള ഒരു ആൻസർ ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് തരാം. ഓക്കെ, ഇതിന് നമ്മൾ 2 ചേഞ്ചസ് മനസ്സിലാക്കുക, എന്തൊക്കെയാണ് വ്യത്യാസം എന്നുള്ളത്. ആൻഡ് ആക്യുറസി, സ്റ്റാൻഡേർഡ് AIയിൽ, അതായത് നമ്മുടെ റാഗ് ഇല്ലാതെ, ഇപ്പോൾ ഒരുവിധം എല്ലാ LLMലും റാഗ് ഉണ്ട്. ഓക്കെ, എല്ലാത്തിനും റാഗ് ഇംപ്ലിമെന്റർ ആണ്. കണ്ടത് കേസൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ അല്ലെങ്കിൽ ഒരു മെഷീൻ ലേണിംഗ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ പുതിയ മെഷീൻ ലേണിംഗ് ചെയ്യുകയാണെങ്കിൽ റാഗ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ മെമ്മറിയിൽ ഗസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, അവർ നമുക്ക് ആൻസർ തരിക. ഇപ്പോൾ അങ്ങനെയല്ല, റിയൽ സോഴ്സ് മെറ്റീരിയൽസ്, ഈ റിയൽ സോഴ്സ് മെറ്റീരിയൽസ് ഇടുന്നത് നമ്മൾ ഹ്യൂമൻസ് തന്നെയാണ്. ഓക്കെ, അവരാണ് ഈ ഡോക്യുമെന്റ്സും ഡാറ്റാസ്, നമ്മൾ വെബ്സൈറ്റിൽ കുറേ ഇൻഫർമേഷൻസ് കൊടുക്കാറുണ്ടല്ലോ. ഇപ്പോൾ റെഡിറ്റ് പോലത്തെ സോഴ്സ് ഉണ്ട്, മീഡിയം ഉണ്ട്, ക്വാർ ഉണ്ട്, ഇങ്ങനത്തെ ഒരുപാട് സൈറ്റിൽ നമ്മൾ ആര് തന്നെയാണ്, ഹ്യൂമൻസ് തന്നെയാണ് ഇൻഫർമേഷൻ കൊടുക്കുന്നത്. ആ ഇൻഫർമേഷൻ വെച്ച് പാസ് ചെയ്തിട്ടാണ് ഇവർ റിട്രീവ് ചെയ്യുക. ഓക്കെ, ഫ്രഷ്നെസ്, പ്രോസ് ആൻഡ് ട്രെയിനിങ് കട്ട് ഓഫ്, അതായത് ട്രെയിനിങ് എവിടെ കഴിഞ്ഞോ അവിടെ എന്താവും, നമ്മുടെ ഫ്രഷ്നെസ് കട്ടാവും അല്ലേ, ഇൻഫർമേഷൻ ഫ്രഷ്നെസ് കട്ടാവും. പക്ഷെ ഇവിടെ എങ്ങനെയല്ല, ഓൾവേസ് അപ് ടു ഡേറ്റ് ആണ്, എന്തൊക്കെ നടക്കുന്നുണ്ടോ അത് അവിടെയൊക്കെ തന്നെ നമുക്ക് കിട്ടും. ഓക്കെ, റിലയബിലിറ്റി, ഞാൻ പറഞ്ഞല്ലോ, റിസ്ക് ഓഫ് ഹാലൂസിനേഷൻ വളരെ കൂടുതലായിരിക്കും. ഇതിൽ ഹാലൂസിനേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ, ഗസ്സിങ് കൂടുതലായിരിക്കും, ആൻസേഴ്സ് റോങ് ആയിരിക്കും. ഇവിടെ മിനിമൽ ഹാലൂസിനേഷൻ ആയിരിക്കും, ഹാലൂസിനേഷൻ കുറവാണ്. അതായത് നമ്മൾ എന്താണോ ചോദിച്ചത് അതിൻ്റെ ആൻസർ മാത്രമായിരിക്കും തരാം. ഓക്കെ, എഫിഷ്യൻസി, ബിക്കോസ് എക്സ്പെൻസീവ്, സ്ലോ മോഡറേറ്റ് ന്യൂ പാക്സ്, അതായത് നമ്മൾക്ക് എക്സ്പെൻസീവ് ആണ്. അതായത് ഇപ്പോൾ നമ്മൾ ഡാറ്റ സെറ്റിന് ട്രെയിൻ ചെയ്ത് പിന്നെയും വലിയ ഡാറ്റ സെറ്റിലേക്ക് മാറ്റണം. അപ്പോൾ 4 ബില്യൺ പാരാമീറ്റേഴ്സ് ഉള്ളത് ചിലപ്പോൾ നമുക്ക് എന്താക്കേണ്ടി വരും, 5 or 6 ബില്യൺ പാരാമീറ്റേഴ്സ് ആക്കേണ്ടി വരും. അപ്പോൾ അതിനെന്താക്കണം, ഡാറ്റ സെറ്റ് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ബിഗ് ഡാറ്റ സെർവേഴ്സ് വേണം.
ബിഗ് ഡാറ്റ സർവേഴ്സ് വേണമെങ്കിൽ നമുക്ക് എന്ത് വേണം? പൈസ വേണം. ഓക്കെ, അപ്പോൾ അതിന് പകരം നമ്മൾ എന്താ ഇവിടെ ചീപ്പർ ആൻഡ് ഫാസ്റ്റർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ ഡാറ്റ സെറ്റ് കൂട്ടേണ്ട ആവശ്യമില്ല. നമ്മുടെ കമ്പനീൻ്റെ മറ്റ് സ്ഥലത്ത് നിന്ന് സോഴ്സ് വെച്ച് ജസ്റ്റ് ലൈക്ക് API കോളിംഗ് തന്നെ, രണ്ട് ആപ്ലിക്കേഷൻ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതി തന്നെയാണ് ഇവിടെയും വരുന്നത്. അപ്പോൾ നമ്മൾ എന്താക്കിയാൽ മതി, നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്തായിരിക്കും? നേരെ നമ്മൾ LLM ബോട്ട് പോയിട്ട് അവിടെ പോയിട്ട് റിട്രീവ് ചെയ്യും, ഓഗ്മെന്റ് ചെയ്യും, ആൻസർ ജനറേറ്റ് ചെയ്യും. ഇതാണ് റാഗ് ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് സമ്മറൈസേഷൻ പറയുകയാണെങ്കിൽ ഗസ്റ്റ് ചെയ്യുന്നതിന് പകരം അവിടെ നോക്കിയിട്ടായിരിക്കും നമുക്ക് ആൻസർ തരിക. ഓക്കെ, ഇതാണ് ഇതിന്റെ മെയിൻ കീ പോയിന്റ് വരുന്നത്. ഇതാണ് റാഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ ഒരു റോഡ് മാപ്പ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മളിതിന്റെ പ്രോബ്ലം കാണുകയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ട്രെയിനിങ് നോളജ് ലിമിറ്റഡ് ആയിരിക്കും, ഡാറ്റ ഗ്യാപ്പ് നല്ലോണം ഉണ്ടാവും, നമ്മൾ പറയുന്ന സാധനം ചോദിക്കുന്ന സാധനം കിട്ടത്തില്ല, ആൻഡ് പ്രൈവറ്റ് ഡാറ്റ ഗ്യാപ്പ്, അതായത് കുറേ കമ്പനീസിനൊക്കെ നമുക്ക് ക്ലയൻസിനൊക്കെ ആവശ്യം വരും, ചോദിക്കുന്ന ഉത്തരങ്ങൾക്ക് ആവശ്യം കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമ്മൾ പ്രൊവൈഡ് ഡോക്യുമെന്റ് അവിടെ ഉണ്ടായിരിക്കണം. അപ്പോൾ അതായത് ഇപ്പോൾ ഒരു സെയിൽസ് റെപ്പോ അല്ലെങ്കിൽ ഒരു ക്ലയൻറ്റ് റിലേഷൻ മാനേജറിന് പകരം നമുക്ക് എന്താക്കാം? AI വെച്ച് നമുക്ക് ചാറ്റ് ബോർഡ് കൊടുത്താൽ അവിടെ നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഡോക്യുമെന്റിൽ കൊടുക്കാനും പാടുള്ളൂ. കോൺഫിഡൻഷ്യൽ ആയ സാധനങ്ങളൊന്നും കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ എന്താക്കണം? സ്വയമായിട്ട് ഒരു AI ചാറ്റ് ബോർഡ് ക്രിയേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ LLM ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, LLM അല്ല, സോറി, SLM ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. SLM എന്ന് പറഞ്ഞാൽ സ്മോൾ ലാംഗ്വേജ് മോഡൽ. ട്രെയിനിങ് കട്ട് ഓഫ് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഒരുപാട് ട്രെയിനിങ് അവിടെ കട്ട് ഓഫ് നടക്കുന്നുണ്ടാവും. 4 ബില്യൺ പാരാമീറ്റേഴ്സ് നിർത്തി, പിന്നെ ആ നോളജ് അവിടെ ലിമിറ്റായി പോകുന്നതായിരിക്കും. ഓക്കെ, പിന്നെ ഹലൂസിനേഷൻസ്, വൈൽഡ് ഗസ്സിങ് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ ഉണ്ടാകുന്നത് 3 സ്റ്റെപ്പ് ഞാൻ പറഞ്ഞല്ലോ, റിട്രീവർ എന്താണ്? ഫെച്ച് ചെയ്യുന്നതാണ്. ഓക്കെ, നോളജ് ബേസ് സെർച്ച് ചെയ്യുന്നു, റിലവൻറ്റ് ടെക്സ്റ്റ് നമുക്ക് ഫെച്ച് ചെയ്യുന്നു. ഫെച്ച് ചെയ്യുന്നത് എന്താ? ആളും കൊണ്ട് എടുക്കുന്നതാണ്. ഓഗ്മെന്റ്, പ്രോംപ്റ്റിനെ അപ്ഡേറ്റ് ചെയ്യും. എങ്ങനെയാണ് പ്രോംപ്റ്റിനെ അപ്ഡേറ്റ് ചെയ്യുന്നത്? നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യനും അതുപോലെ തന്നെ ആ ടെക്സ്റ്റ് എന്താണോ നമ്മൾ ചോദിച്ചതിൻ്റെ ഒരു ആൻസർ ഉണ്ടാവുമല്ലോ, ആ ആൻസർ പോയി തപ്പിയിട്ട് അത് രണ്ടും കൂടിയും ആഡ് ചെയ്തിട്ടാണ് നമുക്ക് എന്താക്കുക? ഒരു പ്രോംപ്റ്റ് ഉണ്ടാക്കി തരിക. കമ്പനി ക്വസ്റ്റ്യൻ ആൻഡ് കോണ്ടെക്സ്റ്റ്. ഓക്കെ, ജനറേറ്റ്, റൈറ്റ് ദി ആൻസർ ഗ്രൗണ്ടഡ് ഇൻ സോഴ്സസ്. നമുക്ക് ആൻസർ തരും. എങ്ങനെയാണ് ആൻസർ തരിക? ഈ കമ്പനി ക്വസ്റ്റ്യൻ ആൻഡ് കോണ്ടെക്സ്റ്റ് വെച്ചിട്ടാണ് നമുക്ക് ആൻസർ തരിക. ഓക്കെ, ഗ്രൗണ്ടഡ് ഇൻ സോഴ്സസ്. സോഴ്സ് വെച്ചിട്ടായിരിക്കും നമുക്ക് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഏതാണ് സോഴ്സസ് വരുന്നത്? നമ്മൾ കമ്പനി കൊടുത്ത ഡോക്യുമെന്റ്സ് ആണ് എന്ത് സോഴ്സസ് ആണ് വരുന്നത്. ഓക്കെ, ആൻഡ് ബെനിഫിറ്റ്സ് നോക്കാം. ആക്യുറസി കൂടുതലാണ്, അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻ, ഫ്യൂവർ ഹാലൂസിനേഷൻ, കോസ്റ്റ് എഫക്റ്റീവ്, ഫാസ്റ്റ് അപ്ഡേറ്റ്. ഓക്കെ, ആക്യുറസി കൂടുതലാണ് ഞാൻ പറഞ്ഞല്ലോ. നമ്മൾ എന്താണോ തേടുന്നത് അതിൻ്റെ ആൻസർ നമുക്ക് കിട്ടും. ഓക്കെ, അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻ, കാരണം നമ്മൾ ഹ്യൂമൻസ് എപ്പോഴും ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നതായിരിക്കും. ഒരു കമ്പനിയുടെ ഡോക്യുമെന്റ് എന്തെങ്കിലും കംപ്ലയൻസ് മാറുകയാണ്, അല്ലെങ്കിൽ റൂൾസ് മാറുകയാണ്, റെഗുലേഷൻസ് ഒക്കെ മാറുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവിടെ ഡോക്യുമെന്റ്സ് ഡാറ്റാബേസിലേക്ക് അപ്ലോഡ് ചെയ്യും. ഓക്കെ, ഹാലൂസിനേഷൻ കുറവായിരിക്കും, കോസ്റ്റ് എഫക്റ്റീവ് ആണ്, ഫാസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ്സ് ഉണ്ടാവും. കാരണം ഒരുപാട് തപ്പി പോകേണ്ട ആവശ്യമില്ല. നമ്മൾ എന്താണോ സെർച്ച് ആ ഒരു പൈപ്പ് ലൈനിൽ കൂടി മാത്രമായിരിക്കും ഇത് പോകുന്നുണ്ടാവുക. ഓക്കെ, അതിന് ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് എന്താണോ സാധനം ഉള്ളത് ആ സാധനത്തിലേക്കാണ് ഇത് പോവുക. ഓക്കെ, അങ്ങനെയാണ് ഇതിൻ്റെ വെക്ടറിൻ്റെ ഡാറ്റാബേസിൽ പൈപ്പ് ലൈൻ വർക്ക് ചെയ്യുന്നത്. അങ്ങനെയാണ്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ നെക്സ്റ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ എനോളജി ഉദ്ദേശിച്ച എക്സാം ആണ്, എങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞു ഓപ്പൺ ബുക്ക് എക്സാം, റീഡിങ് ഇൻസ്റ്റെഡ് ഓഫ് ഗെസ്സിങ്, സ്മാർട്ട് ഫ്രണ്ട് വിത്ത് ടെക്സ്റ്റ് ബുക്ക്. സ്മാർട്ട് ഫ്രണ്ട് വിത്ത് ടെക്സ്റ്റ് ബുക്ക് ഒരു എക്സാമ്പിൾ എന്താ വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സ്മാർട്ടായ ഫ്രണ്ട് വിചാരിക്കാം, അവനോട് പൊരുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചാലൊക്കെ എന്തായിരിക്കും? ആൻസർ തരും. ഓക്കെ, പക്ഷെ ചില ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഒന്നെങ്കിൽ അവന് ഉത്തരം അറിയില്ല എന്ന് പറയും, അല്ലെങ്കിൽ അവൻ കോൺഫിഡൻറ്റോടെ നമ്മളോട് പറയും തെറ്റായ ഉത്തരം പറഞ്ഞുതരും, അല്ലേ? അപ്പോൾ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യാം? അവനൊരു ബുക്ക് കൊടുക്കുന്നു, ആ ബുക്ക് നോക്കിയിട്ട് അവൻ ആ കറക്റ്റ് ആൻസർ നമ്മൾ പറഞ്ഞുതരും, അല്ലേ? അപ്പോൾ അങ്ങനെ തന്നെയാണ് റാഗും ഇവിടെ നടക്കുന്നത്. നമ്മൾ ആ ഒരു ഡോക്യുമെന്റ് കൊടുക്കുന്നു, ആ ഡോക്യുമെന്റ് നോക്കിയിട്ട് റാഗ് നമുക്ക് കറക്റ്റ് ഉത്തരം പറഞ്ഞുതരും. സമ്മറി, ലുക്ക് ഇറ്റ് അപ്പ് ദെൻ ആൻസർ. ഇതാണ് ഇതിൽ മെയിനായിട്ട് വരുന്നത് റാഗിൽ. ഓക്കെ, ഇത്രയും സിമ്പിളായ ഒരു സാധനമാണ് റാഗ് എന്ന് പറയുന്നത്. ആൻഡ് ഇതിൽ കുറച്ചുകൂടി നമുക്ക് ഡെപ്ത് ആയിട്ട് പോവുകയാണെങ്കിൽ വെക്ടർ ഡാറ്റാബേസ്, ചങ്ക്സ്, പിന്നെ അതുപോലെ തന്നെ ഇതിലൊക്കെ എങ്ങനെയാണ് സൊല്യൂഷൻസ് കണ്ടെത്താനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോ ഞാൻ ഡീറ്റെയിൽ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ആൻഡ് കറൻ്റ്ലി ഇപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് ഇത്രയാണ് പറയാനുള്ളത്. ഇപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു കമൻറ്റ് ബിലോ. ആൻഡ് ഇപ്പോൾ എന്തെങ്കിലും പുതിയ ഇൻപുട്ട്, എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതും കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.